കാസർഗോഡ് ജില്ലയിൽ 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. മേൽപ്പറമ്പ് അരമങ്ങാനം ഉല്ലൂജി സ്വദേശി പി വിജയലക്ഷ്മിക്കാണ് വീടൊരുങ്ങുന്നത്. മാതാവും 2 മക്കളും ഭർത്താവും ഉൾപ്പെടെ 5 പേർ അടങ്ങുന്നതാണ് വിജയലക്ഷ്മിയുടെ കുടുംബം. ഭർത്താവ് മോഹൻലാൽ പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. ഭർത്താവിന്റെ അമ്മ സരോജിനിയും രോഗബാധിതയാണ്. ചികിത്സയ്ക്കായി പണം കണ്ടെത്തേണ്ടതോടെ വീടെന്നത് വിജയലക്ഷ്മിക്കും കുടുംബത്തിനും സ്വപ്നം മാത്രമായി. സ്വന്തമായ ഒരു വീടിനായി സർക്കാരിൽ അപേക്ഷകൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെയാണ് 24 കണക്റ്റിനെ വിജയലക്ഷ്മി സമീപിക്കുന്നത്. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിരുന്നു, കിട്ടിയിട്ടില്ല. നടുവിൽ പേര് വന്നു, അതുകൊണ്ട് കിട്ടിയിട്ട. പിന്നെ എനിക്ക് നിങ്ങളെ 24 ചാനലിന് വേറെ ആളിങ്ങനെ നമ്പർ തന്നു. അതിനോട് ഞാൻ സജീവ് സാറെ നമ്പറും കിട്ടി. എന്നിട്ട് സജീവ് സാറെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു തന്നല്ലോ. പിന്നെ മെമ്പറെ വിളിച്ചു, സന്തോഷമായി. വീടിന്റെ തറക്കല്ലിടൽ കർമ്മം അമ്മ സരോജിനിയും വാർഡ് മെമ്പർ നിർമ്മല അശോകനും ചേർന്ന് നിർവഹിച്ചു. 24നും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും നന്ദിയെന്ന് വാർഡ് മെമ്പർ നിർമ്മല അശോകൻ. വളരെയധികം സന്തോഷമാണ് നിങ്ങളിങ്ങനെ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ ഒരു വീട് നൽകുന്നത്. അതിന് ഞങ്ങൾ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ എല്ലാവർക്കും വീട് കെട്ടിക്കൊടുക്കാനുള്ള ഈ 24 ചാനലിനും ഈ ഫൗണ്ടേഷനും സാധിക്കട്ടെ എന്ന് ഉദുമ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും അരമങ്ങാനം 4ാം വാർഡിൻ്റെ പേരിലും ഞാൻ ആശംസിക്കുന്നു. ഇവരുടെ വീട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജില്ലയിൽ കൂടുതൽ വീടുകൾ നൽകാനുള്ള ശ്രമം തുടരുകയാണെന്ന് ഹോസ്ദുർഗ് താലൂക്ക് കോർഡിനേറ്റർ ഉദയകുമാർ. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പദ്ധതിയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. മറ്റ് മീഡിയയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് 24 കണക്റ്റും അതുപോലെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും വന്നിരിക്കുന്നത്. പല ആൾക്കാരും ഇപ്പോൾ അപേക്ഷ തരുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ നാളെ ജില്ലാ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ട് എല്ലാ അപേക്ഷയും ജില്ലാ കോർഡിനേറ്റർക്ക് സമർപ്പിക്കുകയാണ്. 24 കാസർഗോഡ്.